നമസ്തേ. കഠോപനിഷത്തിനെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ കണ്ട ചിലർ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഈ പുനർജന്മം ഇല്ലെങ്കിൽ, അവർ വിചാരിക്കുന്ന പോലുള്ള പുനർജന്മം ഇല്ലെങ്കിൽ, അതായത് ശരീരനാശത്തിന് ശേഷവും വ്യക്തി അതേപോലെ അതേ ഐഡൻറ്റിറ്റിയോടുകൂടി നിലനിൽക്കുന്നു, വേറൊരു ശരീരം പോയി എടുത്ത് വീണ്ടും ജീവിതം തുടരുന്നു എന്നുള്ള ആ പുനർജന്മ വിശ്വാസം ഇല്ല, അത് തെറ്റാണ് എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ പിന്നെ ഈ കർമ്മഫലങ്ങൾ എങ്ങനെ അനുഭവിക്കും എന്നുള്ളതായിരുന്നു അവരുടെ സംശയം. കർമ്മഫലങ്ങൾ, അതാണ് കർമ്മഫലങ്ങൾ അനുഭവിച്ചേ തീരൂ എന്നുള്ള ചടിക്കുന്ന ഒരു സിദ്ധാന്തമാണ് കർമ്മ സിദ്ധാന്തം. ഡോക്ട്രിൻ ഓഫ് കർമ്മ എന്ന് പറയുന്ന കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നത്, അതായത് ഓരോ കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഒരു പ്രതികർമ്മം ഉണ്ടാകും. അതിൻ്റെ ഫലം ആ ചെയ്യുന്നവൻ അനുഭവിച്ചിരിക്കണം. രണ്ട് തരം കർമ്മഫലങ്ങളുണ്ടാകും. അതായത് ഇപ്പം ഞാൻ ഒരാളെ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അയാൾ ഒരു ഫലം എന്ന് പറയുന്നത് അയാൾ കേൾക്കുന്ന വേദനയാണ്. രണ്ടാമത്തെ വേറൊരു കർമ്മഫലം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് കിട്ടുന്ന തിരിച്ചടിയാണ്. അപ്പോൾ ഈ തിരിച്ചടി, അതിനെയാണ് ഇവിടെ കർമ്മസിദ്ധാന്തത്തിൽ പരാമർശിക്കുന്നത്. ആ തിരിച്ചടി ഞാൻ അനുഭവിച്ചിരിക്കണം. അതാണ് കർമ്മസിദ്ധാന്തം പറയുന്നത്. അതിന് ഈ ജന്മം പോരെങ്കിൽ അടുത്തൊരു ജന്മം കൂടെ വേണ്ടി വരും. അടുത്ത ഒരു ജന്മം കൂടി ഞാൻ ജീവിക്കേണ്ടി വരും, ജന്മം എടുക്കേണ്ടി വരും. ഇതാണ് പുനർജന്മ വിശ്വാസം. അപ്പോൾ ഇത് രണ്ടുകൂടെ കൂടി ചേർന്ന് പോകുന്ന ഒരെണ്ണമാണ്. അതായത് പുനർജന്മം എന്ന് പറയുന്നത് കർമ്മസിദ്ധാന്തത്തിൻ്റെ ഒരു ഫാളൗട്ടാണ്, അതിനെ തുടർന്ന് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എന്താണ് കർമ്മസിദ്ധാന്തം? ഞാൻ പറഞ്ഞു, ഓരോ കർമ്മത്തിനും ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെയാണ്. ഒരാളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇതുപോലെ അയാളിലേക്ക് ചേരുന്ന ഒരു പ്രതികർമ്മം ഉണ്ടാകും. അത് കർമ്മഫലം എന്ന് പറയുന്നത് അത് അയാൾ അനുഭവിച്ച് തന്നെ തീരണം. അതിന് ഒരുപാട് ജന്മങ്ങൾ വേണ്ടി വരുന്നു. ഇനി ഈ കർമ്മങ്ങളെ തന്നെ വിശ്വാസികൾ പലതായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. സഞ്ചിത കർമ്മം എന്ന് വെച്ചാൽ ഇതുവരെയുള്ള മൊത്തം വരുമാനം എന്ന് വേണമെങ്കിൽ പറയാം, മൊത്തം വരും കണക്ക് വെച്ചിരിക്കുക സഞ്ചിത കർമ്മം. അപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ അവൻ്റെ സഞ്ചിത കർമ്മം ഇത്ര, പ്രാരബ്ധ കർമ്മം അനുഭവിച്ച് തുടങ്ങിയിട്ടുള്ളത്, അതായത് തീർന്നിട്ടില്ല, അതാണ് പ്രാരബ്ധ കർമ്മം. അതുപോലെ തന്നെ ക്രിയമാണ കർമ്മം എന്ന് വെച്ചാൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം, ആഗാമി കർമ്മം, ഇനി ചെയ്യാനിരിക്കുന്നവർ, ഇതെല്ലാം നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഒരു റോളില്ല, നമുക്കൊരു ഫ്രീ വില്ലില്ല. ഇത് നേരത്തെ തീരുമാനിച്ച ആളുകൾ ആരോ എവിടെയോ ഇരുന്ന് തീരുമാനിച്ച് അത് നമ്മളെ കൊണ്ടില്ല കരുക്കൾ നീക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. നമ്മളതനുസരിച്ച് നീങ്ങി നമ്മളോരോന്ന് ഈ വിശ്വാസം തന്നെ അതുകൊണ്ട് തന്നെ തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നത്? അതൊരു ക്വസ്റ്റ്യനാണ്. നമ്മളെ ശിക്ഷിക്കാൻ പാടില്ല. നമ്മൾ ഈശ്വര നിശ്ചയം അനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. പിന്നെ നമ്മളെന്തിനാണ് ശിക്ഷിക്കുന്നത്? ഇവിടെ കോടതികളും പോലീസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈശ്വരൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഈശ്വരൻ ചെയ്യിപ്പിക്കുമ്പോൾ ഒരാൾ എന്നെ അടിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഏതെങ്കിലും മുൻജന്മത്തോ ഈ ജന്മത്തോ ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റിൻ്റെ ഫലമായിട്ടായിരിക്കും ഈശ്വരൻ്റെ ശിക്ഷയായിരിക്കും എന്നിലേക്ക് വരുന്നത്. ആണോ? എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ ഒരു കാര്യത്തിന് ശിക്ഷിക്കുമ്പോൾ എനിക്കൊരു സമ്മാനം, അല്ലെങ്കിൽ തിരിച്ച് എനിക്കൊരു സമ്മാനമാണ് നൽകുന്നതെങ്കിൽ അതിനൊക്കെ ഇന്ന കാര്യത്തിനൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? അതൊരു സാമാന്യ മര്യാദയല്ലേ? ആ സാമാന്യ മര്യാദ ഈ മോർട്ടൽസായിട്ടുള്ള മർത്യർ പോലും ചെയ്യുന്നുണ്ടല്ലോ. അവർ ചെയ്യുന്ന കാര്യം പോലും, ആ നീതി ദീക്ഷ പോലും എന്തുകൊണ്ട് ദൈവം ചെയ്യുന്നില്ല? ദൈവമല്ലേ ഇതൊക്കെ കണക്ക് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നല്ലേ അവരുടെ വിശ്വാസം. ഈ ജന്മം പോരാ, ഇനിയും ബാലൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ആർക്കറിയാവുന്നേ? അവൻ ഇനിയും ജനിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്കെങ്ങനെ അറിയാം? നിങ്ങളുടെ ഈ ജന്മം വേറെ കർമ്മഫലം അനുഭവിക്കുകയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒന്നും അറിഞ്ഞുകൂടാ, എന്നിട്ട് വെറുതെ അങ്ങ് പറയുകയാണ് എൻ്റെ ഈ ജന്മം എന്ന് പറയുന്നത് ഞാൻ പണ്ട് ചെയ്ത്
ഞാൻ എന്തെങ്കിലും ഒരു ദുരനുഭവം എനിക്കുണ്ടാകുമ്പോഴാണ് പറയുന്നത്, ഓ ഇവൻ പണ്ട് പാവങ്ങൾ ചെയ്തു, അതിൻ്റെ ഫലമാണ് അവനെ അനുഭവിക്കുന്നതെന്ന് എന്ന് പറയാൻ വെറുതെ എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങളുടെ ഡാറ്റ എന്താണ്? ഒന്നുമില്ല, വെറുതെ പറയുന്ന വെറും അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളുടെ പുറത്ത് പറയുന്നതാണ്. ഈ അന്ധവിശ്വാസമാണ് പുനർജന്മം എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ കണക്കെഴുതി വെച്ച് അടുത്തൊരു ജന്മം, അത് തീർന്നിട്ടില്ല, കണക്ക് ക്ലോസ് ചെയ്തപ്പോൾ ഇനിയും കുറേ ബാലൻസ് കിടപ്പുണ്ട്, അതതിൻ്റെ അടുത്ത ജന്മം കൊടുത്തു, അപ്പം പിന്നെ അന്ന് അവൻ വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കൂട്ടി, പിന്നെ കുറയ്ക്കാനുള്ളത് കുറച്ചു, വീണ്ടും അങ്ങനെ അനുസ്യൂതം പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഈശ്വരനായിരിക്കും എന്നായിരിക്കും അവർ പറയുന്നത്. ഈശ്വരൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് നമ്മൾ ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത്. 5:14, 5:15 ശ്ലോകങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശ്വരൻ ആർക്കായിട്ടും കർമ്മം ഇന്ന ആൾക്കെന്നും പറഞ്ഞ് വിധിച്ചു കൊടുത്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിനും ഈശ്വരൻ അങ്ങനെ ഫലമായിട്ട് ചെയ്യുന്നില്ല. പിന്നെ കർമ്മഫല സംയോഗം അത് ഞാൻ ചെയ്യുന്നില്ല. ആരുടെയും പുണ്യം പാവമൊന്നും ഞാൻ സ്വീകരിക്കുന്നുമില്ല. അതനുസരിച്ച് ഞാൻ ആർക്കും ഒന്നും കൊടുക്കുന്നില്ലെന്നർത്ഥം. കർമ്മഫല സംയോഗവും നടത്തുന്നില്ല. സ്വഭാവസ്തു പ്രവർത്തി എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എല്ലാം നടന്നുകൊണ്ടിരിക്കും. അതിനകത്ത് ഞാൻ പോലും ഇടപെടുന്നില്ലെന്നർത്ഥം. ഈ ലോകത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് എന്നെ സ്വയം ഭൗതിക മാധ്യമത്തിൽ കൂടി ഞാൻ ഇവിടെ സ്വയം അവതരിച്ചിരിക്കുകയാണ്. ആ അവതരിച്ചിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈശ്വരൻ്റെ ഭൗതിക പ്രകടനമാണ് ഈ പ്രപഞ്ചം. അതാണ് നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അങ്ങനെ ഭൗതിക പ്രകടനമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഒരു നിയമം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ ഇതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ നിയമം അനുസരിച്ചെല്ലാം നടക്കും. എന്താണ് ആ നിയമം? സത്ത്, ചിത്ത്, ആനന്ദം. നിലനിൽപ്പ്, അറിയുക, അറിയിക്കുക, ആനന്ദിക്കുക, അതായത് സുഖം തേടുക. ഇതാണ് ആ നിയമം. എല്ലാവരും പാലിച്ചു പോരുന്ന, ആരുടെയും അറിവില്ലാതെ, ആരും അറിയണമെന്നില്ല, എല്ലാവരുടെയും ഉള്ളിൽ ഇതേ തത്വം തന്നെ പ്രവർത്തിച്ചു പോരുന്നു. അതാണ് നമ്മളെ നയിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഊർജം. ഇതിനപ്പുറം ഇപ്പുറം പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല, ദൈവത്തിനും പറ്റത്തില്ല. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ എത്ര ശക്തിയുള്ള ദേവനാണെന്നിരുന്നിട്ട്, നമ്മൾ എത്ര വലിയ നേർച്ചയും പ്രാർത്ഥനയും വ്രതങ്ങളും നടത്തിയെന്നിരിക്കട്ടെ, പക്ഷേ ഒരു കൽക്കഷണം സ്വർണ്ണമാക്കി മാറ്റി കിട്ടുമോ എവിടുന്നെങ്കിലും? നടക്കത്തില്ല. കാരണം എന്താണ്? ഈശ്വരൻ അതിന് ഇടപെടുന്നില്ല. അതാണ് പറയുന്നത് സ്വഭാവസ്തു പ്രവർത്തത. അതാണ്. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ? അപ്പോൾ അങ്ങനെ ഒരു കണക്കേ വെക്കുന്നില്ല എന്നർത്ഥം. അപ്പം അതാണ് ഇതിനകത്ത് ഒന്നാമത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഈ പുനർജന്മ സിദ്ധാന്തം ഒന്നാമത്തെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇതാണ്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ജന്മത്തെ ശരീരമൊക്കെ പോയി കഴിഞ്ഞാൽ ആ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അക്കൗണ്ടുമായിട്ട് അടുത്ത ഇതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് അടുത്ത ഒരു ജന്മം എടുക്കുന്നു, അടുത്തൊരു ശരീരം തേടി പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം. ഇതിനെ ന്യായീകരിക്കുന്ന ഒരു ഭാഗം അതാണ്. എങ്ങനെ ആര് തേടി പോകുന്നതെന്നാണ്. നമ്മുടെ ഈ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് തേടി പോകുന്നത്? ആത്മാവല്ല. ശരീരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നുള്ളത് ഞാൻ പറഞ്ഞു, ആത്മാവിൻ്റെ ഒരു ഭൗതിക പ്രകടനമാണ് ഈ ശരീരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. ഏകമായ ആത്മാവിൻ്റെ ഒറ്റ ആത്മാവേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരാത്മാവ് അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, ഇവിടുന്ന് ഞാനൊരു തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് ഇത് ട്രാൻസ്ഫർ കിട്ടി പോവൂ? ഇല്ല. ഇത് എല്ലായിടും തിരുവനന്തപുരത്തും എറണാകുളത്തും എല്ലാം ഉള്ള ആത്മാവെന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, വായു പോലെ തന്നെ. അത് എല്ലായിടത്തും അത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ അത് മാറിപ്പോകുന്ന പരിപാടിയില്ല. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു തടസ്സം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, ഈ ആത്മാവ് ഒന്നിനാലും പങ്കിലമാക്കപ്പെടുന്നില്ല. ഒന്നും അതിൽ എഴുതി ചേർക്കാൻ പറ്റത്തില്ല. ഒരനുഭവം അതിൽ രേഖപ്പെടുത്തുന്നില്ല. അതായത് അത് അവ്യക്തമാണ്, അവ്യയമാണ്. പിന്നെ ഇതിലൊന്നും രേഖപ്പെടുത്തപ്പെടുന്നില്ലെന്ന് ലിപ്യതേ എന്ന് ഈ ഗീതയിലും പറയുന്നുണ്ട്, ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ അത് ആത്മാവ് വഹിച്ചുകൊണ്ട് പോകുന്നില്ലെന്നും അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയ കൃതികൾ അത് സമ്മതിക്കുന്നില്ല.
ഇപ്പം ചില ഗുരുക്കന്മാർ ഒരു വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പോകുന്നത്? അങ്ങനെ വന്നാൽ അവർ സൂക്ഷ്മ ശരീരം പോകുന്നത്, ആത്മാവല്ല. അത് അവർ ഊന്നി പറയുന്നുണ്ട്. കാരണം എന്നാൽ ആത്മാവിന് അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നുള്ളത് ഗീതയും ഉപനിഷത്തും ഒക്കെ പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടായിരിക്കണം ഗുരുക്കന്മാർ. ഇപ്പോൾ ഒരു വീഡിയോ ഞാനങ്ങനെ കണ്ടു. ഒരു സായിപ്പാണ് അത് സന്യാസിയായിട്ട് ആ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതോ ഒരു മഠത്തിലെ സന്യാസിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സൂക്ഷ്മ ശരീരമാണ്. സൂക്ഷ്മ ശരീരം എന്നുള്ളതും തെറ്റാണ്. കാരണം എന്നാൽ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ചേർന്നതാണ്. മനസ്സും പ്രാണനുകളും ഒക്കെ ചേർന്നതാണ്. ആദിശങ്കരൻ അദ്ദേഹത്തിന് തത്വബോധം എന്ന് പറഞ്ഞ കൃതിക്കകത്ത് ഇത് പ്രത്യേകം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും അതുപോലെ പ്രാണനും ഒക്കെ ചേർന്നതാണ് ഇതെങ്കിൽ അത് ഭൗതിക ശരീരത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്നതാണ്. ഭൗതിക ശരീരമാകുന്ന ഭൗതിക ഭാഗമായ മനുഷ്യരുടെ ഭൗതിക അംശമായിട്ടുള്ള പ്രകൃതിയെ ആസ്പദമാക്കിയാണ് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ പ്രവർത്തിക്കുന്നതെന്ന് ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. 15:7 ശ്ലോകം. അപ്പോൾ ഈ 15:7 ശ്ലോകത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: അത് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനഃ മനഃഷ്ഠാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അത് പ്രകൃതിയിൽ നിന്നുകൊണ്ടാണ് ഈ മനസ്സും പിന്നെ 5 ഇന്ദ്രിയങ്ങൾ. അങ്ങനെയാണ് മനഃഷ്ഠാനി ഇന്ദ്രിയം. മനസ്സുൾപ്പെടെ 6 ഇന്ദ്രിയങ്ങൾ. അത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ആ 6 ജ്ഞാനേന്ദ്രിയങ്ങൾ ഈ പ്രകൃതിയെ ആശ്രയിച്ചാണ്, പ്രകൃതിയിൽ നിന്നുകൊണ്ടാണ് ഇത് വ്യക്തികളെ, അതായത് ജീവികളെ കർഷിക്കുന്നത്, എന്ന് വെച്ചാൽ സ്വാധീനിക്കുന്നത്. സനാതനമായിട്ടുള്ള, അതായത് സനാതനമായിട്ടുള്ള ഒരംശം, ജീവഭൂത സനാതനം, ജീവനെ ഉണ്ടാക്കുന്ന, ജീവന് കാരണമായ സനാതനമായ, അതായത് പ്രാണങ്ങളാണ്, പഞ്ചപ്രാണനുകളാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. ഇതെല്ലാം പ്രകൃതി ആസ്പദമാക്കിയാണ് നിൽക്കുന്നത്. വെച്ചാൽ ഈ പ്രകൃതി ഇല്ലെങ്കിൽ ഇതൊന്നും പ്രവർത്തിക്കത്തില്ല എന്നർത്ഥം. അതായത് പ്രകൃതിക്ക് പറയുന്ന പേര് കാരണ ശരീരമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അല്ല, സൂക്ഷ്മ ശരീരവും പോകുന്നില്ല. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. അപ്പോൾ ഇതൊന്നും സഞ്ചരിക്കുന്നില്ല. ഇത് സഞ്ചരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്, അന്ധതയാണ്. അതെല്ലാം എങ്ങനെങ്കിലും പുനർജന്മത്തെ പുനർജീവിപ്പിക്കണം, അതിനെ ജീവൻ കൊടുത്ത് ഇങ്ങനെ നിലനിർത്തണം. ഇതാണ് ഇവരുടെ ഉദ്ദേശ്യം. അത് നടക്കത്തില്ല. അത് തത്വവിരുദ്ധമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരന്ധവിശ്വാസമാണ്. അതായത് ഈ പുനർജന്മ വിശ്വാസവും കർമ്മ സിദ്ധാന്തവും എന്നൊക്കെ പറയുന്നത് ഭാരതത്തിൽ ആത്മീയ തത്വങ്ങൾ ഉരുത്തിരിയുമ്പോൾ അതിന് സമാന്തരമായിട്ട് ഉണ്ടായി വന്ന ചില കളകളാണ്. ഈ ജാതിയും അതുപോലുള്ള ഒരു കളയാണ്. ജാതിയും ഹിന്ദുമതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹിന്ദുമതത്തിൻ്റെ ആധികാരിക പ്രമാണങ്ങളായ ദശോപനിഷത്തുകളിലോ അല്ലെങ്കിൽ ഗീതയിലോ ഒന്നും ജാതിയെപ്പറ്റി പറയുന്നത് തന്നെയില്ല. ജാതിയെപ്പറ്റി ഗീതയിൽ കൃഷ്ണൻ പറയുന്നില്ല. ജാതിയെപ്പറ്റി പറയുന്നത് അത് ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന, ജാതിധർമ്മം നശിച്ചു പോകുന്ന ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നത് അർജുനൻ മാത്രമാണ്. ജാതി പാലിക്കണമെന്ന് കൃഷ്ണൻ ഉപദേശിക്കുന്നേയില്ല. ജാതിയെക്കുറിച്ച് ദശോപനിഷത്തുകളൊന്നും പറയുന്നതുമില്ല. എന്തിനും മനുസ്മൃതി ഏറ്റവും പ്രതിലോമ കൃതിയായിട്ട് ആളുകളെ വിശേഷിപ്പിക്കുന്ന ഈ മനുസ്മൃതി പോലും ഇതിനെക്കുറിച്ച് പല ജാതികളും ഉണ്ടെന്നും ജാതികൾക്കനുസരിച്ചാണ് ഈ വർണ്ണങ്ങൾ നിശ്ചയിക്കുന്നതൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന ജാതിക്കാർ ഇന്ന വർണ്ണം എന്ന് ഒരു പ്രമാണവുമില്ല. വെറുതെ അങ്ങനെ ഓരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ചില വിഭാഗക്കാർ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിനെ ചെറുക്കുകയാണ് വേണ്ടത്. ആ മണ്ടത്തരങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ എതിർക്കുകയല്ലേ വേണ്ടത്, അതിനെ അംഗീകരിക്കരുത്. അല്ലാതെ അവൻ ബ്രാഹ്മണനാണ്, ഞാൻ ശൂദ്രനാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഹിന്ദുമതമൊന്നും പറ്റത്തില്ല, അങ്ങനെയല്ല വേണ്ടത്. ഞാൻ ശൂദ്രനാണെന്ന് ആര് പറഞ്ഞ്? ഞാനെന്തിനാ സമ്മതിക്കുന്നത് ഞാൻ ശൂദ്രനാണെന്ന്? അതുപോലെ ബ്രാഹ്മണനാണെന്ന് അവൻ പറയുമ്പോൾ നമ്മളെന്തിനാണ് അംഗീകരിക്കുന്നത്?
അവന് ബ്രഹ്മജ്ഞാനമുണ്ടെങ്കിൽ, ബ്രഹ്മമാർഗത്തിലാണ് അവൻ ചരിക്കുന്നതെങ്കിൽ, അറിവുണ്ടെങ്കിൽ അവൻ മാത്രമാണ് ബ്രാഹ്മണൻ. അത് ഏത് വീട്ടിലും ഉണ്ടാകാം ബ്രാഹ്മണന്മാർ. അല്ലാതെ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഒരു ടൈറ്റിലല്ല അത്. വർണ്ണങ്ങളൊന്നും പരമ്പരാഗതമായിട്ടല്ല. അപ്പോൾ ഈ ഗീതയിൽ തന്നെ പറയുന്നത് എന്താണ്? ഗുണകർമ്മ വിഭാഗശക. ആദ്യം അവന് ആ തരത്തിലുള്ളൊരു ഗുണമുണ്ടായിരിക്കണം. എന്നിട്ട് ആ ഗുണം അനുസരിച്ച് അവൻ കർമ്മം ചെയ്യണം. അത് അവന് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകളുണ്ടായിരിക്കണം. ആ കഴിവുകൾക്കനുസരിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ നന്നായിരിക്കണം. കർമ്മങ്ങൾ ഈ ഓരോ വർണ്ണത്തിനും അനുരൂപമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആയി മാറുകയുള്ളൂ. ഒട്ടും അറിവില്ലാത്തവനാണ് ഈ ശൂദ്രൻ എന്ന് പറയുന്നവൻ. അവന് കായികമായിട്ടുള്ള കാര്യങ്ങളെ അവന് ചെയ്യാൻ പറ്റുള്ളൂ. അത് പോട്ടെ, അത് ഞാനിപ്പോൾ അത് വിടുന്നു. അപ്പോൾ അതായത് ഈ ജന്മങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ആരെങ്കിലും എഴുതി വെച്ച് കൊടുക്കുന്നതൊന്നുമല്ല. അക്കൗണ്ട് നോക്കി വീണ്ടും വീണ്ടും ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയല്ല ഈ പുനർജന്മത്തിൽ. നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ജാതിയെപ്പോലെ പുനർജന്മ വിശ്വാസവും ഒരു തത്വബാഹ്യമായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണ്. അതിൽ നമ്മൾ പിന്തുടരാൻ പോകുന്നത്. എന്നാൽ പിന്നെ ചോദിക്കും, ഗീതയിലൊക്കെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലയോ? ശരീരം വാസാംസ്തി ജീർണാനി യഥാവികായ നവാനി ഗ്രഹണാദി മനുഷ്യോപരാണി എന്നൊക്കെ പറയുന്നില്ലേ? അത് എങ്ങനെയാണ്? അപ്പോൾ അത് പറയുമ്പം അത് ഇതുമായിട്ട് എങ്ങനെ യോജിക്കുന്നു ചോദിക്കാം. അത് ഇതുമായിട്ട് യോജിക്കാതിരിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്ന് നിങ്ങൾ പ്രാഥമികമായിട്ട് ധരിക്കണം. ആത്മാവ് ഒന്നേ ഉള്ളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരേ ആത്മാവാണ്. പല ശരീരങ്ങൾ എടുക്കുന്നു, കുറേ കളയുന്നു, വീണ്ടും പുതിയ ശരീരങ്ങൾ എടുക്കുന്നു, വേറെ കളയുന്നു. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കും ഒരു ആത്മാവാണെന്ന്. അങ്ങനല്ല. ദേഹി ഒരു ആത്മാവാണ്. ഒരു ആത്മാവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിവിധ നമ്മൾ ഒരാൾ എനിക്ക് ഏതെല്ലാം നിറത്തിലുള്ള ഷർട്ടുണ്ട്, അതുപോലെ തന്നെ ഒരെണ്ണം മുഷിയുമ്പോൾ ഞാൻ വേറൊരെണ്ണം എടുക്കുന്നു. അതുപോലെയുള്ളൂ. ഞാൻ തന്നെ ഒരാളേ ഉള്ളൂ. അതുപോലെയാണ് ഒരു ഏകമായ ആത്മാവ്. ഇതാണ് ഇതിന്. അതും പറ്റത്തില്ല. അപ്പം അതായത് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തത്വപരമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. രണ്ട് രീതിയിൽ അതിനകത്ത് വരാം. ഒന്ന് ആലങ്കാരിക പ്രയോഗങ്ങളായിട്ട്, അതായത് ഈ ആരോട് സംസാരിക്കും. ഇപ്പോൾ അർജുനനോട് സംസാരിക്കുമ്പം അർജുനന് മനസ്സിലാകുന്ന ഭാഷയിലാണ് അത് അവതരിപ്പിക്കേണ്ടത്. അപ്പോഴും ചിലപ്പോൾ അയാൾക്ക് പരിചിതമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കും. അപ്പോഴിങ്ങനെ സ്വർഗം കിട്ടും, മറ്റേത് കിട്ടും, പുനർജന്മം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയും. അത് അയാൾക്ക് വേണ്ടി മാത്രം പറയുന്നത്, അയാളുടെ നിലവാരത്തിലേക്ക് വന്നിട്ട് പറയുന്നതാണ്. എന്നിട്ട് തത്വങ്ങളൊന്നും അയാൾ ഈ ഇതിനകത്ത് വരുന്നില്ല. അതായത് ഇതും തത്വങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പറയുന്ന പ്രസ്താവങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മൾ ആത്മീയ തത്വങ്ങൾക്ക് അനുരൂപമായ രീതിയിൽ വേണം വിലയിരുത്താൻ. അല്ലാതെ അവിടെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമുണ്ടല്ലോ എന്നല്ല. നമ്മൾ വിലയിരുത്തുന്നതിലാണ് വൈരുദ്ധ്യം. ഇപ്പം രണ്ട് തരത്തിൽ ഉള്ള മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തരത്തിൽ അത് മനസ്സിലാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ശരീരനാശം ഉണ്ടാകുന്നതിനാണ് മരണമെന്ന് നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തത്വചിന്താപരമായ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമങ്ങൾക്ക് കീഴടങ്ങുന്നതാണ്. അതുകൊണ്ടാണ് കാമങ്ങളെ മുഴുവൻ വിട്ടുകളഞ്ഞാൽ നമ്മൾ അമരന്മാരായി തീരും എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ വിപരീതം ആലോചിച്ചാൽ മതി. കാമങ്ങളെ വിട്ടു കഴിഞ്ഞാൽ അമരന്മാരായി തീരുമെന്ന് അനേകം പ്രാവശ്യം ഈ ആത്മീയ ഗ്രന്ഥങ്ങളായിട്ടുള്ള ഉപനിഷത്തുകളിലും ഗീതയിലും പറയുന്നുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുനർജന്മം എന്ന് പറയുമ്പോൾ അവിടെ ശരിയായേക്കാം, ബാക്കിയുള്ളതെല്ലാം തെറ്റായ വിശ്വാസങ്ങളാണ്. അതുകൊണ്ട് ഈ എന്നെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങൾക്ക് കീഴ്പ്പെടരുത്. കാമങ്ങൾക്ക് കീഴ്പ്പെടരുതെന്ന് പറയുന്ന പോലെ തന്നെ ഈ തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങൾക്ക് നിങ്ങൾ കീഴ്പ്പെടരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ രീതിയിൽ ഈ ഈ ഈ വിശ്വാസങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യരുത്. അത് നമുക്ക് ഈ ജാതിയുടെ ആയാലും അതുപോലെ തന്നെ പുനർജന്മ വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ അതൊക്കെ കളഞ്ഞിട്ട്
ശാസ്ത്രീയമായൊരു ഹിന്ദു മതത്തെ പഠിക്കണം, ശാസ്ത്രീയമായി ചിന്തിക്കണം. അതാണ് എനിക്ക് എൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. ശാസ്ത്രീയ ബുദ്ധിയിൽ, ശാസ്ത്രീയ യുക്തിയിൽ ഹിന്ദുമത തത്വങ്ങളെ കാണുക, അവതരിപ്പിക്കുക. അത് ആ യുക്തിക്കനുസരിച്ച് യുക്തിയിൽ അധിഷ്ഠിതമായിട്ട് ഉണ്ടാക്കപ്പെട്ടുള്ള തത്വങ്ങളാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വെറും വിശ്വാസ പ്രമാണങ്ങളല്ല, വിശ്വാസങ്ങളുടെ ഒരു വലിയ ഭാണ്ഡമല്ല ഹിന്ദുമതം. ഇത്തരത്തിൽ ശാസ്ത്രീയ യുക്തി അധിഷ്ഠാനമാക്കി വളർത്തിക്കൊണ്ടുവന്ന ഒരു തത്വചിന്താ പദ്ധതിയാണ്. അതിനെ ആ രീതിയിൽ കാണണം, ആ രീതിയിൽ നമ്മൾ ബഹുമാനിക്കണം. അതിനോടുള്ള ബഹുമാനം കാണിക്കുന്ന അതിൻ്റെ യുക്തി ഏറ്റെടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. നന്ദി, നമസ്കാരം.